വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. സംഭവം ഡൽഹിയിലെ ലൂട്ടിയൻസ് മേഖലയിലുള്ള സർക്കാർ കെട്ടിടങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് നേരെ വലിയ ഭീകരാക്രമണം ഉണ്ടാകും എന്ന് അറിഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളും നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവുമാണ്. അതങ്ങനെ രഹസ്യം ആയിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല, വളരെ പരസ്യമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തള്ളിക്കളയേണ്ടതുമല്ല എന്നുള്ളതാണ്. സ്പെഷ്യൽ സെല്ലിന്റെ ഒരു വിവരം ഇപ്പോൾ ഡൽഹി പോലീസ് കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. BJP ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ ആദ്യം തന്നെ പ്രധാനമായിട്ടും പറഞ്ഞത്. കൂട്ടത്തിൽ സർക്കാർ ഓഫീസുകളെയും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പ്രധാന ഓഫീസുകളിലും ഇതേ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ ബന്ധമുള്ള ഗുണ്ടാ തലവൻ ഷഹസാദ് ഭട്ടിയുടെ ശൃംഖലയിലെ 9 അംഗങ്ങളെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി ആളെ ചേർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ശൃംഖല വെച്ചിട്ട് പരിശോധിച്ചപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ രാജ്യമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ശൃംഖലയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. സർക്കാർ ഇത് എന്താണ് ഇതിന്റെ സംഭവം എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ മതമൗലികവാദികൾ പലപ്പോഴും ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട വേറൊരു വാർത്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അൽമാസ്പേട്ട കടപ്പ ഡിസ്ട്രിക്റ്റില് ആന്ധ്രാപ്രദേശിൽ അവിടെ ഒരു ഹനുമാന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുകയായിരുന്നു പല ആൾക്കാരും. നമ്മുടെ രാജ്യത്ത് ഏത് പ്രതിമയും ആർക്കും എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാമല്ലോ. അങ്ങനെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു കൂട്ടം മതമൗലികവാദികൾ അവിടെ വരികയും ഇത് ടിപ്പു സുൽത്താന്റെ ഇടമാണ്, ഇവിടെ ആ പ്രതിമ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പ്രതിമ തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവസാനം പോലീസ് ലാത്തി വീശി ഇവരെ മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു കലാപ സാധ്യത അവിടെയും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പല മാധ്യമങ്ങളും സാധാരണ ഈ വധഭീഷണി, പിന്നെ ഈ ട്രെയിനിന് ബോംബ് വയ്ക്കുക, ഈ ഫ്ലൈറ്റിന് ബോംബ് വയ്ക്കുക, ഈ മുഖ്യമന്ത്രിയെ ബോംബ് വയ്ച്ച് കൊല്ലുമെന്ന് പറയും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിയ മാധ്യമങ്ങളൊന്നും അത് ടേക്കപ്പ് ചെയ്യാറില്ല. കാരണം നിരന്തരം വരുന്ന കാര്യമാണ്, ആരെങ്കിലും ശ്രദ്ധ ആകർഷിക്കാൻ ചെയ്യുന്ന കാര്യമായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇത് ഈ ഒരു വാർത്ത എല്ലാ മാധ്യമം, ഈവൻ നമ്മുടെ കേരളത്തിലെ മനോരമ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം ചെറുതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇതിന് പിന്നിൽ? കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ തലവൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, മമതാ ബാനർജി സ്വതന്ത്രയാകാൻ വേണ്ടി, അതായത് ബംഗാൾ സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ള സമരം സ്റ്റാർട്ട് ചെയ്യണം, ഞങ്ങൾ പിന്തുണയുമായി എത്തും. ബംഗ്ലാദേശിലെ 170 ദശലക്ഷം വരുന്ന ബംഗ്ലാദേശികൾ നിങ്ങൾക്കൊപ്പമുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യണം. ഗ്രേറ്റർ ബംഗ്ലാദേശാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യത്തേത് ബംഗാൾ സ്വതന്ത്രമായ ഒരു രാജ്യമാകണമെന്ന്. ഇവിടെ കഴിഞ്ഞ കുറെ കാലമായിട്ട് മൗദൂദി ചാലിനടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ കലാപം ഉണ്ടാകും ഈ രാജ്യത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. ആ രാജ്യത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസം, കലാപം ഉണ്ടാക്കാൻ നേരത്തെ തന്നെ പ്ലാനും കാര്യങ്ങളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കി വെക്കുകയും പക്ഷെ കാലം തെറ്റി ഇത് നനഞ്ഞ പടക്കം പോലെ പൊട്ടുകയും ചെയ്യും. ലഡാക്കിലെ ജൻസി കലാപം, ധർമ്മസ്ഥലയിലെ ഈ ക്ഷേത്രത്തിന് നേർക്കുണ്ടായിരുന്ന മാസ് അറ്റാക്ക്, വോട്ടുചോരി, അങ്ങനെ പോകുന്നു നീണ്ടു നിര. പക്ഷെ ഇതെല്ലാം സമയം തെറ്റി പൊട്ടുന്ന, അതിൽ ചീറ്റുന്ന ഒരു അവസ്ഥയാണ്. ഈ പടക്കം ചീറ്റുമല്ലോ കുറച്ച് കഴിയുമ്പോൾ, നനഞ്ഞു കഴിയുമ്പോൾ. അങ്ങനെയാണ്. അപ്പൊ ഉണ്ടാക്കി ഇവർ അണിയറയിൽ വെക്കും സെറ്റ് ചെയ്തിട്ട്. ഇവിടെ എന്ത് സംഭവിച്ചു അപ്പം അങ്ങനെ ഈ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ സുവേന്ദു അധികാരി ഏറിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരർ ചിലർ ഇന്ത്യയിൽ ഉണ്ട്, അവർക്ക് വലിയ സ്ലീപ്പർ സെല്ലുകൾ ദക്ഷിണേന്ത്യയിൽ അടക്കമുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിന് രണ്ടാമത്തെ തവണയാണ് ഡൽഹിയിൽ ഈ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ BJPയുടെ ദേശീയ ആസ്ഥാനമുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, മാർക്കറ്റുകളുണ്ട്, ജനത്തിരക്കേറിയ ഏരിയകളുണ്ട്. IED ബോംബ് സ്ഫോടനമോ ചാവേർ സ്ഫോടനമോ നടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം മാത്രമല്ല, കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ചെക്കിങ്ങും ഇപ്പോൾ ദില്ലിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അർദ്ധ സൈനിക വിഭാഗത്തിന് രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. ഇത് ദില്ലിയിലും അത് ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരിയുടെ PA കൊല്ലപ്പെട്ടിരുന്നു, ചന്ദ്രദാസ് റഥ് കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ ഉപയോഗിച്ചത് ഓസ്ട്രേലിയൻ പിസ്റ്റളുകളായിരുന്നു. ഓസ്ട്രേലിയൻ പിസ്റ്റളുകൾ സാധാരണഗതിയിൽ നോർമലി ഗുണ്ടാ സംഘങ്ങൾ ഉപയോഗിക്കാറില്ല. ഓസ്ട്രേലിയൻ പിസ്റ്റൾ വരുമ്പോൾ അതിൽ വിദേശ കരങ്ങളുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയും. അത് മാത്രവുമല്ല, ഈ വെടിവെച്ചവർ ഷാർപ്പ് ഷൂട്ടർമാരായിരുന്നു. 55 സെക്കൻഡ് കൊണ്ടാണ് തുരുതുര വെടിവെച്ച് മരണം ഉറപ്പാക്കി അവർ കടന്നുപോയത്. ഇങ്ങനെയൊക്കെ നിൽക്കുന്നു ഒരു കാര്യം. അപ്പം ഇത് ഒരു ഭാഗത്ത് ഒരു വലിയ കലാപം, അതായത് ഈ മതമൗലികവാദികൾ അവസാന പോരാട്ടത്തിന് കളത്തിലിറങ്ങുന്നു എന്നാണ് കാണാൻ കഴിയും. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് കിഴക്കൻ മേഖലയിലാണ് ബംഗാളിൽ നടന്നത്, നമ്മുടെ രാജ്യതലസ്ഥാനത്താണ് ഇപ്പോൾ ഈ ദില്ലിയിൽ നടക്കുന്ന ജാഗ്രത. ഇനി തെക്കോട്ട് വരാം, ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ആന്ധ്രാപ്രദേശിലാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത്. അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹനുമാൻ ഘോഷയാത്രയായിരുന്നു. ഹനുമാൻ സാഹിബിന്റെ ഒരു ഘോഷയാത്ര വരുന്നു. ഈ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഘോഷയാത്ര വരും. ഈ ഘോഷയാത്ര കടന്നു പോകുമ്പോഴേക്കും മസ്ജിദിൽ നിന്ന് കല്ലേറ് വരികയാണ്.
വലിയ രീതിയിലുള്ള കല്ലേറ് വരുന്നു. ഈ കല്ലേറിനകത്താണ് ഈ പോലീസ് ഇടപെടുന്നു, വലിയ രീതിയിലുള്ള ലാത്തിച്ചാർജ് നടക്കുന്നു, അടിച്ചോടിക്കുന്ന രംഗങ്ങൾ വിഷ്വൽസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ഒരു കലാപത്തിന്, കാരണം അവിടെ കലാപത്തിന് യാതൊരു സ്കോപ്പുമില്ല. നമുക്കറിയാം ഹൈദരാബാദിൽ നിസാമിന്റെ കോട്ടയാണെന്ന് പറഞ്ഞുകൊണ്ട്, ചാർമിനാർ ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ നാൾ ഓവൈസി നടന്നിരുന്നു. അതിനെതിരെ BJP സ്ട്രൈക്ക് ചെയ്യുകയും BJP ആ ഹൈദരാബാദ് മുനിസിപ്പാലിറ്റി തന്നെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നീട് വന്നിരുന്നു. അപ്പം അങ്ങനെ അവിടെ ഇത് നടക്കുന്നത്. ഇതിപ്പോ ടിപ്പു സുൽത്താന്റെ പേരിലാണ് പുതിയ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇതുവഴി ആർക്കും നടക്കാൻ പറ്റില്ല, ഹിന്ദു ഘോഷയാത്രകൾ അനുവദിക്കാൻ കഴിയില്ല, ഇത് ടിപ്പു സുൽത്താന്റെ മണ്ണാണ് ഈ ഭാഗം, അതുകൊണ്ട് തന്നെ ഇതുവഴി പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് അത് ശരിയായ ഒരു രീതിയല്ല. ഇത് മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതാണ്. അതായത് ഒരു ഘോഷയാത്ര കടന്നു പോകുന്നു, ഈ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഘോഷയാത്ര വരുമ്പോഴേക്കും മസ്ജിദിൽ നിന്ന് വലിയ രീതിയിലുള്ള കല്ലേറുകൾ വരുന്നു. ഈ കല്ലേറിനെതിരെ ശക്തമായി പോലീസ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആന്ധ്രാപ്രദേശ് പഴയ ആന്ധ്രാപ്രദേശ് ഒന്നുമല്ല. കാരണം അവിടെ വലിയ മാറ്റം ജനസേനയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ള ഹൈന്ദവ ഏകീകരണത്തിന് BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായി തന്നെ ഒരു കമ്മ്യൂണൽ റൈറ്റിലേക്ക് അത് കാര്യങ്ങൾ നീങ്ങും, സ്വാഭാവികമാണ്. കാരണം ഹിന്ദുക്കൾ എല്ലാവരും മതേതരത്വം അനുസരിച്ച് കൊള്ളണമെന്നും ഞങ്ങൾ എന്ത് തോന്നിവാസം കാണിക്കുമെന്നും ഉള്ള തിട്ടൂരങ്ങളൊന്നും ഇനി ഈ രാജ്യത്ത് വിലപ്പോവില്ല. അപ്പൊ സ്വാഭാവികമായി അവർ വരും. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഒരു ഘോഷയാത്ര, ഹൈന്ദവ ഘോഷയാത്രക്കാര് ആക്രമണം നടന്ന പെട്ടെന്ന് തന്നെ സ്വാഭാവികമായി അതിന് പ്രത്യേകിച്ച് ആരുടെയും ഉത്തരവോ ഇല്ലെങ്കിൽ ആരുടെയും ഇതൊന്നും വേണ്ട, സ്വാഭാവികമായി കുറെ പേര് സംഘടിക്കുകയും ഒരു കലാപമായി മാറുകയും ചെയ്തു. അപ്പം ദക്ഷിണേന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കിയെടുക്കുക, ഈ കിഴക്കൻ മേഖലയിലുള്ള ബംഗാളിൽ ഒരു കലാപം ഉണ്ടാക്കിയെടുക്കുക, ദില്ലിയിൽ സ്ഫോടനം നടത്തുക, അങ്ങനെ രാജ്യത്താകമാനം ഒരു അരക്ഷിതാവസ്ഥയും സുരക്ഷിതമില്ലായ്മയും ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഈ മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടമാണ് ഇത് നടക്കുന്നത്. ഇതിനെതിരെ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞു, ഈ രാജ്യത്തിനകത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പോരാടുന്നവരുണ്ട്, യുദ്ധം ചെയ്യുന്നവരുണ്ട്, അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അടുത്ത നീക്കം എന്ന് പറയുന്നത്. ഏതായാലും അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇത് വീണ്ടും രാജ്യത്ത് ഒരു വലിയ രീതിയിലുള്ള വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ഇനിയിപ്പോ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിനൊക്കെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക, അടി കിട്ടുമ്പോൾ ഇരവാദം പറയുക, ജയിലിൽ പിടിച്ചിടുമ്പോൾ ഇരവാദം പറയുക, വെടിയേറ്റ് മരിക്കുമ്പോൾ ഇരവാദം പറയുക. ഇനി ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടന പ്രകടനം നടത്തിയാലോ ഇല്ലെങ്കിൽ അവരിതിനെ ഒരു തിരിച്ച് തല്ലുകയോ ഇല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യുമ്പോൾ ഇരവാദം മുഴക്ക്, കണ്ടില്ലേ രക്ഷയില്ല ഞങ്ങൾക്ക് എന്ന് പറയുക. പശ്ചിമ ബംഗാളിലെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നു, കണ്ടില്ലേ BJP കയറിയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നു. കഴിഞ്ഞ 15 വർഷം ഇവരെവിടെയായിരുന്നു? 15 വർഷത്തെ ഒരു സംഭവം ഇവർ പറയുന്നില്ല. ബംഗ്ലാദേശികളും നാട് വിട്ടു പോകുന്നത് ഇവിടെ ഉള്ളവർക്കാ കരച്ചില്ല. കേരളത്തിൽ ഇതേ പലായനം ചെയ്യുന്ന കണ്ടില്ലേ? ഒരു ബംഗാളുകാരനും പലായനം ചെയ്യുന്നില്ല, ബംഗ്ലാദേശികളാണ് പോകുന്നത്. ഇവിടെ ആരും പറഞ്ഞിട്ട് പോകുന്നതല്ല ബംഗ്ലാദേശികൾ. അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ഉത്തമ ബോധ്യം വന്നപ്പോൾ അവർ അതിർത്തി വഴി കടന്നു പോകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശിന്റെ ജമാഅത്ത് ഇസ്ലാമി നേതാവിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. മമത ഇപ്പോൾ അവിടെ അക്രമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ രാജ്യം കാത്തിരിക്കുന്ന ഇല്ലെങ്കിൽ രാജ്യം കാണാൻ പോകുന്നത് കുറെ അധികം സംഘർഷങ്ങളുടെ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ അടക്കം. കാരണം ദക്ഷിണേന്ത്യ അവർക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു പിൻബലം കിട്ടത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ ഒന്ന് മാറുന്നുണ്ട്. കാരണം അവിടുത്തെ ഭരണപരമായ ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നത്. തെലങ്കാനയും കർണാടകവും കേരളവും തമിഴ്നാടും ഒക്കെ ഇപ്പോൾ BJP അല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുന്നത് ഇത്തരം മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടത്തിന് വേദിയാകും എന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട്.